ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 54 മുതൽ 59 വരെ വാക്യങ്ങൾ. ഈശോ പറയും, പടിഞ്ഞാറുന്ന് നല്ല മേഘം ഉരുണ്ടു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയുന്നു ഇന്നത്തെ ദിവസം നല്ല മഴയായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല മഴ പെയ്യുന്നു. തെക്കുന്ന് നല്ല കാറ്റടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയുന്നു ഇന്നത്തെ ദിവസം നല്ല ചൂടായിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ചൂടായിട്ട് നിൽക്കുന്നു. ഈ കാലാവസ്ഥയെ കൃത്യമായിട്ട് അറിയുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാടിനെ, കാലത്തിനെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല? ഈ സുവിശേഷങ്ങളിൽ പല സ്ഥലത്തും ഈശോയെ വീട്ടിലോട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണും. പ്രത്യേകിച്ച് ഈ പൈസ ഉള്ളവരെ, നിയമജ്ഞരെ, ഫരിസേയരെ, ഇങ്ങനെയുള്ളവരൊക്കെ ഈശോനെ വീട്ടിലോട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വിളിക്കുന്നതാണ്. സപ്പറിനാണ് കൂടുതലും വിളിക്കുന്നത്. അതായത് ഈശോയ്ക്ക് ഫുഡ് കൊടുത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല, മറിച്ച് ഈശോ എങ്ങനെ വീട്ടിലോട്ട് കയറി വരുന്നു, അവൻ എങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു, അവൻ എങ്ങനെ ടേബിൾ എറ്റിക്വറ്റ് പാലിക്കുന്നു, അവൻ കഴുകിയിട്ടാണോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കി വിധിക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ ശിഷ്യന്മാരെങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കൃത്യമായിട്ട് വിധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈശോയെ ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ വീടുകളിലോട്ട് വിളിക്കുന്നത്. ഈശോയ്ക്ക് ഇതറിയാം. അതുകൊണ്ട് തന്നെ ഈശോ പറയും, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് വറീഡായിട്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെ കൈ കഴുകുന്നു, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ കൈ കഴുകിയിട്ടാണോ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്, ഞാൻ എങ്ങനെ പാത്രം ഉപയോഗിക്കുന്നു, ഞാൻ എങ്ങനെ പാത്രം കഴുകി തുടച്ചു വെക്കുന്നു. നിങ്ങൾ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് വറീഡാകുന്നത്. നിങ്ങൾ അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചാണ് വിധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് നോക്ക്, നിങ്ങൾ ജീവിക്കുന്ന കാലം നോക്ക്, കാലഘട്ടം നോക്ക്. ആദ്യം അതിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം ഇച്ചിരി കട്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നും. 57-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നിങ്ങൾ വിധിച്ചോ, പക്ഷേ വിധിക്കാൻ കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിൽ വിധിക്കരുത്. ഈ വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൃപയാണ്. വിധിക്കരുത്, കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ പഠിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ കൃപ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും മനുഷ്യരെ വിധിച്ചവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുതിയതായിട്ടൊരു വീട് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെ വിധിക്കും. ഒരു പാവം പിടിച്ചൊരു 20 വയസ്സുള്ള ഒരു കൊച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് കടം മേടിച്ച് ലോൺ മേടിച്ച് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ പറയും, അവൻ ആ രാജ്യത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, അവൻ ഇപ്പുറത്തെ രാജ്യത്ത് പോയാൽ പോരെ, അല്ലെങ്കിൽ അവൻ ഇപ്പോൾ പുറത്തോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായില്ല. അവരുടെ കുടുംബം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ദൈവം കൊടുത്തൊരു ഉത്തരവായിരിക്കും ചിലപ്പോൾ അത്. എന്നാലും വിധിക്കും, മനുഷ്യർ വിധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശോയെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനുള്ള കൃപ, അനാവശ്യമായിട്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനുള്ള കൃപ, ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആമേൻ.